ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗ് എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഒരു എക്സാമിനൊക്കെ പോയിരുന്നു PSCയുടെ. അപ്പം തമിഴ് മലയാളം നോയിങ്ങിൻ്റെ ഒരു എക്സാം ആയിരുന്നു. കുറച്ച് പേർക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ജസ്റ്റ് പോയിരുന്നു അറ്റൻഡ് ചെയ്യാമെന്ന് എഴുതിയതാണ്. രാവിലത്തെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നു കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു. പിന്നെ നമ്മുടെ KSRTCയിലാണ് ഞാൻ പോയത്. രാവിലെ പോയിട്ട് സാധാരണ ഹസ്ബൻഡാണ്, അപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു പോയത് കാരണം ഞാൻ ബസ്സിൽ പോയത്. അങ്ങനെ സ്കൂളിലെത്തി. രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. ഒരു 11-11:30 ആയപ്പോഴത്തേക്ക് സ്കൂളെത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് എക്സാമൊക്കെ കഴിഞ്ഞിറങ്ങി വീട്ടിലെത്തി. ജസ്റ്റ് എക്സാം ഞാനൊന്ന് കാണിക്കാമെന്ന് കരുതി എടുത്താണ്. മൊത്തം 40 മാർക്കിന് തമിഴ് ക്വസ്റ്റ്യൻസും പിന്നെ 60 മാർക്കിന് നമ്മുടെ LDയുടെ സിലബസിൻ്റെ ഉള്ളതാണ്. ഈ 40 മാർക്കെന്ന് പറയുന്നത് തമിഴിൻ്റെ തന്നെ LD സിലബസിൻ്റെ തന്നെയാണ് കേട്ടോ. നമുക്ക് എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ അത് രണ്ടും അറിയാവുന്നവർക്കാണല്ലോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ടഫായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പിന്നെ കുറച്ച് നമ്മുടെ കറണ്ട് അഫയേഴ്സ് കുറച്ച് നോക്കിയായിരുന്നു. രാവിലെ പേപ്പറൊന്നും വായിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് പേപ്പർ വായിക്കുന്നതിന് വേണ്ടി വൈകുന്നേരം കുറച്ച് നേരം പേപ്പറൊക്കെ വായിച്ചിട്ട് പിന്നെ റാങ്ക് ഫെയിൽ എടുത്തിട്ട് ഞാൻ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി ഒന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ വേറെ ടോപ്പിക്കായിരുന്നു. ഇന്നും ജസ്റ്റ് 28-ാം തീയതി എക്സാം ആയതുകൊണ്ട് ഓടിച്ചിട്ട് നോക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ്സാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും പഠിക്കാമെന്ന് വിചാരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ. ഷോർട്സിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ കാണാൻ നോക്കുക. അത് കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഇടുന്നത്. അപ്പം ഇപ്പം ജനുവരിയിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബറിലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ 2024 ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ആ ഷോർട്സൊക്കെ നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് കുറച്ച് നേരമേ ഉള്ളത്. അപ്പോൾ ലെങ്തി വീഡിയോ അല്ലല്ലോ. അപ്പം കുറച്ച് നേരം ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ട് ഇരിക്കാനൊക്കെ പല ഇത് വരുമ്പോഴത്തേക്ക് പല ഷോർട്ട്സായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് അതിൽ നിന്ന് തന്നെ ഒരു 10 ക്വസ്റ്റ്യനിൽ തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻ നമുക്ക് മെമ്മറൈസ് ചെയ്തിരിക്കാനൊക്കെ കേട്ടോ. അത് ഇടയ്ക്കൊന്ന് നമ്മുടെ വേറെ ഏതെങ്കിലും ക്ലാസ് കേൾക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. കൂടുതലും അപ് ടു ഡേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അത് ഒരു റിവിഷൻ തന്നെ ആയിക്കോളും. അത് കാണാതെ പഠിച്ചെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്കത് വരത്തില്ല കേട്ടോ. കറണ്ട് അഫയേഴ്സ് അങ്ങനെ കറക്റ്റായിട്ട് ഡെയിലി നോക്കി പോവുകയാണെങ്കിൽ. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം വന്നപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്കായിരുന്നു കേട്ടോ എക്സാം. 3:15 വരെയുള്ള എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വന്ന് ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്തിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പിന്നെ ഞാൻ നമ്മുടെ ജോഗ്രഫി എടുത്ത് വായിച്ചത്. ജോഗ്രഫി ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ല. കുറച്ച് പഠിച്ചിട്ട് ഞാൻ പിന്നെ ക്ലാസ് ഇരുന്ന് കണ്ടു കേട്ടോ. സാറിൻ്റെ തന്നെ അതൊരു മറ്റേ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് കണ്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നേരമൊന്നും ഒരു 1 hour ക്ലാസ്സാണത്. നിങ്ങൾ രക്ഷയുടെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അറിയാം. അപ്പം 10th പ്രിലിംസിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നിങ്ങളത് മാക്സിമം പറ്റുന്നവർ കാണാൻ നോക്കുക. അപ്പം എല്ലാ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ പഠിച്ച് കഴിഞ്ഞവരാണെങ്കിൽ അത് എളുപ്പമാണ് കേട്ടോ. കാരണം അത് റിവിഷൻ മെത്തേഡ് തന്നെയാണ്. സാറ് പഠിപ്പിക്കുന്ന കറക്റ്റായിട്ട് നമുക്ക് മൈൻഡിൽ നിൽക്കുന്ന ഒരു ക്ലാസ്സാണ്. രക്ഷയുടെ ക്ലാസ് നമുക്കറിയാമല്ലോ. അങ്ങനെ അത് കുറച്ച് നേരം കണ്ടു. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത എക്സാമിൻ്റെ ഡേറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഉടനെ തന്നെ കാണും ഫെബ്രുവരിയിൽ. അപ്പം ഇതുവരെ പഠിക്കാതിരിക്കുന്നവർക്കും ഇനിയും സമയമുണ്ട്. ഇപ്പോൾ ഡേറ്റ് 28-നല്ലാത്തവർക്ക് കേട്ടോ. മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കുക. കുറച്ച് സിലബസ് നമുക്ക് പോർഷൻസേ ഉള്ളൂ സിലബസിൽ. മാക്സിമം നോക്കിയിട്ട് നമുക്ക് പോവാം. നമുക്ക് പഠിച്ച് തീരാത്തവരാണെങ്കിൽ ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് തന്നെ പോകാം കേട്ടോ. സിലബസ് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പോൾ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഇതുപോലെ എക്സാമൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഒരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് 10th പ്രിലിംസ് വരുന്നത്. അപ്പം എല്ലാവരുടെയും പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നു വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. നാളത്തെ ഒരു ഡെയിലി വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കീപ് ഗോയിങ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ.